മഴക്കാലത്തോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിൽ മുൻകരുതലുകൾ വേഗത്തിലാക്കാൻ അടിയന്തര യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ അധ്യക്ഷത വഹിച്ചു. മഴക്കാലം ശക്തമാകുന്ന സാഹചര്യത്തിൽ ദുരന്തനിവാരണ മുന്നൊരുക്കങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. വഴിയരികിലും പൊതുസ്ഥലങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ നീക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ആരോഗ്യ, ഫയർഫോഴ്സ്, കെ.എസ്.ഇ.ബി, റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര യോഗം ചേർന്നത്. എല്ലാ ജനപ്രതികളും തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിലായിരുന്നു. അതിനുശേഷം നമ്മൾ കൗൺസിൽ വെച്ചിട്ടുണ്ട്, അടിയന്തര കൗൺസിൽ. ഇതുകൂടാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം വളരെ അടിയന്തരമായിട്ട് 2 മീറ്റിംഗുകൾ കൂടി നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ തലത്തിൽ അവലോകനം ചെയ്യുന്നതിന് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. തിരുവാർപ്പ് പഞ്ചായത്ത്, വെളിയൂർ പഞ്ചായത്ത്, അയ്മനം പഞ്ചായത്ത്, അങ്ങനെയുള്ള പഞ്ചായത്തുകളോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലെ ഏതാനും പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതായിട്ടാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ്, ഈരാറ്റുപേട്ടയിൽ ഏതൊക്കെ പ്രദേശങ്ങളാണ്, ഏതൊക്കെ വാർഡുകളാണ് ഈ പറഞ്ഞ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്, അവിടെ നമുക്ക് ആളുകളെ വാക്കറ്റ് ചെയ്ത് മാറ്റി ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായ രീതിയിലുള്ള ചർച്ച ചെയ്ത് വേണം നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രതിനിധികളും അവരുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി തലത്തിലുള്ള ആളുകളുണ്ട്, അവർക്ക് അവരുടെ തരത്തിലുള്ള കാര്യങ്ങൾ പറയാം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് അവർ സ്വീകരിക്കുന്ന കാര്യങ്ങളും അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് മുനിസിപ്പാലിറ്റി ചെയ്ത് നൽകേണ്ടത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെ ഒരു അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയും അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിന്റെ ക്രോഡീകരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. ഭാഗത്ത് നിന്നുള്ള കൃത്യമായ അറിയിപ്പിന്റെ ഭാഗമായി നമുക്കറിയാം, മഴക്കാലം രൂക്ഷമായി വരികയാണ്. മഴക്കാലം രൂക്ഷമായി വരുമ്പോഴത്തേക്കും ജില്ലയിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങൾ, അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. അതിനുള്ള പ്രതിവിധികൾ മുന്നേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ മുന്നൊരുക്കങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ അപകടകരമായ മരങ്ങൾ, വൃക്ഷങ്ങൾ എവിടെ എന്തെങ്കിലും അതിനെ നീക്കം ചെയ്യാനുള്ള ലൊക്കേഷൻ കണ്ടെത്തുക, അതിനുള്ള പരിഹാരം കാണുക. തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അജണ്ടയിൽ വന്നിട്ടുള്ളത്. ആടുതലശ്ശി വിത്ത കമ്മിറ്റി കൂടി, അപ്പം അതിന് പ്രഖ്യാപിച്ചുള്ള ഫണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ വാർഡുകളിലും തന്നെ കാര്യക്ഷമമായ ശുചീകരണ പ്രവർത്തനം കണ്ടുവരുന്നതായിട്ട് പല വാർഡുകളിലും വിസിറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും പിന്നെ നമ്മുടെ പരിധി നിന്നുകൊണ്ട് പിന്നെ നമ്മളിപ്പം ശുചീകരണ വിഭാഗത്തിന്റെ എല്ലാവരും സപ്പോർട്ടും മഴക്കാല പൂർവ്വ ശുചീകരണമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും എന്നറിയിക്കുന്നു. പക്ഷേ ആൾക്കാർ സൈഡ് പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഒഴുകത്തില്ല, അപ്പൊ റോഡിൽ കൂടെ മാത്രം ഒഴുകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പരിശോധിച്ച് 2ാം വാർഡും 6ാം വാർഡും 3ാം വാർഡും 6ഉം 7ഉം 9ാം വാർഡൊക്കെയാണ് വെള്ളം കയറിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചെറിയ മഴ പെയ്യുമ്പോൾ അത് ആറ്റിൽ വന്ന് തോട്ടിലും എല്ലാം വന്ന് തടഞ്ഞിരിക്കും. അതും കൂടെ ഒന്ന് നമ്മുടെ കൗൺസിലർമാർ ശ്രദ്ധിക്കണം. പെട്ടെന്നാണ് നമ്മുടെ മേലടുക്കം ഭാഗത്ത് ഒരു പേഷ്യന്റുമായിട്ട് വരുന്നു, ആ റോഡ് ബ്ലോക്കിൽ വന്ന് പെട്ടു പോകരുത് എന്നുള്ള ഈ 2 പ്രധാനമായിട്ട് ഈ 2 ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഫയർഫോഴ്സിനെ നമ്മൾ മരം വീഴുമ്പോൾ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് ബ്ലോക്ക് ഒഴിവാക്കുന്ന ആ ഒരു ജോലി മാത്രമേ ശരിക്കും ഫയർഫോഴ്സിനുള്ളൂ. അല്ലാതെ വീടാറായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുക, അല്ലെങ്കിൽ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മരങ്ങൾ വെട്ടുക, അങ്ങനെയുള്ള വർക്കല്ല സത്യം പറഞ്ഞത്. എമർജൻസി വാഹനങ്ങൾ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ശരിക്കും ഫയർഫോഴ്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ പലയിടത്തും ലൈനുകൾ, നമ്മൾ കൂടെ പോകുമ്പോൾ നമുക്കറിയാം ലൈനുകളെല്ലാം താഴ്ന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ലെവൽ വേവിൽ ഉൾപ്പെടെയുള്ള ലൈനുകൾ, LT ലൈൻ ഉൾപ്പെടെ താഴ്ന്ന് നിൽക്കുന്ന, നമ്മുടെ വാഹനത്തിൽ തട്ടുന്ന രീതിയിൽ പല സിറ്റുവേഷനിൽ നമ്മൾ കഷ്ടിച്ചൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പ്രശ്നം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഉയർത്തി കെട്ടുക, അല്ലെങ്കിൽ ടൈറ്റാക്കി കെട്ടുക ചെയ്യുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന ഒരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ വാട്ടർ ലൈനുകൾ, ഇവിടെ ഈ പ്രദേശത്ത് വെള്ളത്തിന്റെ
കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ട് വാട്ടർ ലൈനുകൾ പല റോഡുകളിലും, ചെറിയ റോഡുകൾ, മെയിൻ റോഡിൽ ഇവിടെ ഫയർ സ്റ്റേഷനോട് പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർ ലൈനുകളുണ്ട്. അത് പലപ്പോഴും പൊട്ടി വീഴാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ വണ്ടി അവിടെ കൊണ്ടിട്ട് വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഇത് ടൈറ്റാക്കി കെട്ടിയിരുന്ന 1-2 സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബൈ റൂട്ടുകളുണ്ട്, വാട്ടർ ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത്. അപ്പൊ നമ്മള് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ വാഹനത്തിന് കടന്നു പോകാൻ പറ്റാതെ വരും. അപ്പൊ അതിനൊക്കെ ഒരു മുൻകരുതൽ എടുക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. സംബന്ധമായി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഏതാണ്ട് 100ഓളം പട്ടികൾ ഈരാറ്റുപേട്ടയിലുണ്ട്. കാരണം ആശാ വർക്കർമാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വ്യക്തമായ ഒരു കണക്കെടുത്തായിരുന്നു. ഓരോ വാർഡിൽ എത്ര പട്ടികളുണ്ടെന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതില് ലിസ്റ്റുണ്ട്. നടക്കാൻ ഒരു 7 പട്ടിയാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് അപകടകാരിയായ രീതിയിൽ നടക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ആ 7 പട്ടിയെ നമ്മൾ തുരത്തിയ ഒരുമാതിരിപ്പെട്ട അപകടം ഒഴിവാക്കാം. ബാക്കി എണ്ണം ഒരുപാടുണ്ട്. റവന്യൂ വകുപ്പിന് ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. ആംബുലൻസ് കടത്തിവിടാൻ പറ്റി. ഈ RRT എന്ന നിലയിൽ ടീം മുനിസിപ്പാലിറ്റി വിളിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്നുണ്ട്. ഇനിയും കൂടെ ഉണ്ടാവുമെന്ന്. ഏകദേശം ഒരു 3 വീട്ടിലും, എന്റെ വാർഡ് 5-ാം വാർഡിൽ 45 വീട്ടിലും, 6-ാം വാർഡിൽ 15 വീട്ടിലും, ഇതിനിടയിൽ 30ഓളം കിണറുകളുമുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ആശാവർക്കർമാരുടെ പ്രവർത്തനം അത്ര ആശാവഹമൊന്നുമല്ല. അവര് നമ്മളോട് ഗുളിക തന്ന് വിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയാനുള്ളത് PWD എയുടെയാണ്. എൻ്റെ വാർഡിന്റെ എൻഡിൽ, അതായത് 6-ാം വാർഡിന്റെ സൈഡിൽ അൽമിനാർ കോസ്വേ, കേസായി കിടക്കുന്ന അൽമിനാർ കോസ്വേ, ആ കോസ്വേയിലൂടെ ഏകദേശം 30 അടി വീതിയുള്ള മാതാക്കത്തോട്ടിൽ 12 അടി വീതിയുള്ള കലുങ്ക് പണിത് വെച്ചിട്ടുണ്ട്. നേരത്തെ മുൻപ് ശ്രമിച്ചതാണ്, ഉദ്യോഗസ്ഥന്മാർ കാണാതെ പണിതാണെന്നറിയില്ല. 6 വർഷം മുമ്പ് പറഞ്ഞ കലുങ്കാണ്. അതാണ് അവിടെ തോട്ടിൽ നിന്നും വാട്ടർ ലെവൽ വെള്ളം കയറിയിട്ട് രാവിലെ ഉദാഹരണത്തിന് 9 മണിക്ക് വെള്ളം കയറിയാൽ തിരിച്ചിറങ്ങി പോകുന്നത് വൈകുന്നേരമാവും. ഞാനത് തമാശയ്ക്ക് പറഞ്ഞല്ല, നേരത്തെ വെള്ളം കയറുന്ന തോട് തന്നെയായിരുന്നു. പക്ഷെ വെള്ളം റിട്ടേൺ ഇറങ്ങി പോകുമായിരുന്നു. ഇപ്പം ഇവിടെ PWD ഇരിപ്പുണ്ട്, സന്ദർശിക്കണം ആ സ്ഥലം ഒന്ന്. ആ തോടിന് 30 അടി വീതിയുണ്ട്. അവിടെ പണിതിരിക്കുന്ന കലുങ്ക് വെറും 12 അടി വീതി മാത്രമേ ഉള്ളൂ. അവിടെ കേസായി കിടക്കുന്ന ഒരു റോഡും കൂടെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന പാവപ്പെട്ട 60 പേര് താമസിക്കുന്ന വീട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമാവുള്ളൂ. രണ്ടാമതായി ഇല്ല, ആ ഒടിഞ്ഞു വീണ മരം ക്ലിയർ ചെയ്തു. ഒരു മരം ഒടിഞ്ഞു വീഴേണ്ടി വന്നു, അത് ക്ലിയർ ചെയ്യാൻ. ഇനി അതുകൂടെ നിൽക്കുന്ന 8ഓളം മരങ്ങൾ എപ്പോ വേണേ വീഴാവുന്ന രീതിയിൽ നിൽക്കുക. അന്ന് അവിടെ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ജീവൻ പോകാതെ രക്ഷപ്പെട്ടത്. അതിന്റെ 8ഓളം തേക്ക് മരങ്ങളുണ്ട്. അതിവിടെ പോയി അതിന്റെ മോളിൽ ഒടിഞ്ഞിടുന്ന മരം മാറ്റി ഒരു മാവ് മരമാണ് ജനങ്ങളുടെ പുറത്തോട്ടൊക്കെ വീഴുന്നത്. അതിന്റെ ഇരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റി. ഇനി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റിയ കേസല്ല, വലിയ ഭയങ്കര തേക്കാണ് 4-5 നിൽക്കുന്നത്. അത് കൊട്ടേഷൻ രീതി ഞങ്ങളെ ഏൽപ്പിക്കേണ്ട ചെയ്യാം. നമ്മള് ചെറിയ രീതിയിലുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ മരമാണ്, അതിന് പിന്നെ ഒരു കണക്കെല്ലാം ഉണ്ട്. 20 അടിയോ എത്രയൊക്കെ വെച്ചിട്ടുള്ള കണക്കെല്ലാമാണ്. അതിന്റെ രീതിയിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് അനുവദിക്കുവാണെങ്കിൽ നമ്മൾ വെട്ടി മരുതരാം. പുതുതായിട്ട് മുനിസിപ്പാലിറ്റി ഒരു റോഡ് ടാർ ചെയ്തപ്പോൾ സ്റ്റുഡിയോയുടെ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകാത്ത പ്രശ്നം. പിന്നെ മുനിസിപ്പാലിറ്റി റോഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് ആ വെള്ളക്കെട്ടുണ്ടായത്. അതിനു മുമ്പ് അവിടെ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആദ്യ തൊട്ടപ്പുറത്ത് കടമാവഴി വളവില് ഇതിലെ ഒരു വർഷങ്ങളായിട്ട് 10-60 വർഷമായിട്ടുണ്ടായിരുന്ന കറങ്ങ് 2-3 വർഷം മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി അടച്ചു കെട്ടി റോഡിലേക്കാണ് വെള്ളം വിടുന്നത്. അതിന്റെ PWD നിർമ്മിച്ച ഓട അടഞ്ഞുപോയി, അതിന്റെ കമ്പിയും പോയി. ഇപ്പൊ റോഡിലോട്ടാണ് വെള്ളം ഒഴുകുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആറ്റി കുളിക്കാൻ വന്ന ഒരു കൊച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഈലക്കയത്ത് അപകടങ്ങൾ നടന്നിരിക്കുന്നത്. ഞാൻ ഈലക്കയത്ത് വർഷങ്ങളായിട്ട് 15 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഈലക്കയത്ത് നടന്നിരിക്കുന്ന ഓരോ അപകടങ്ങളിലും ഈലക്കയം ഭാഗത്തുള്ള കുട്ടികളല്ല അവിടെ നിന്ന് മരണപ്പെടുന്നത്. ഒന്നുകിൽ മാതാക്ക ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ കാരക്കാട് ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ശാസ്താംകുന്ന് ഭാഗത്തുനിന്ന്, അങ്ങനെയൊക്കെ വന്നുള്ള പിള്ളേരെ മരണപ്പെടുന്നത്. ഈലക്കയം ഭാഗത്തുള്ള ആ 6ന്റെ തീരത്തുള്ള പിള്ളേർക്ക് അറിയാം അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഒരു ജാഗ്രത നിർദ്ദേശം എന്തായാലും കൊടുക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ചെക്ക് ഡാമിന്റെ ഇതിലൂടെ കടന്നുപോയ കുട്ടി മാതാക്കെന്ന് വന്ന കുട്ടിയാ. അവിടെ പിടിച്ചു കയറ്റിയത് ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് വന്ന 2 ഇക്കാമാരാണ് ഈ കുട്ടിയെ പിടിച്ചു കയറ്റിയത്. തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച അവിടെ ഒരു കുട്ടി വെള്ളത്തിൽ പോയി. അന്നും പിടിച്ചു കയറ്റിയത് ഇവിടെ അൻസർ നാവുന്നത്ത് നന്മക്കൂട്ടത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അവിടെ ഇന്നലെയും അവിടെ ഒരു അപകടത്തിന് വെള്ളിയാഴ്ച നടന്ന അപകടം എന്ന് പറഞ്ഞാൽ കുട്ടിയെ മരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു എന്നാ പറഞ്ഞു. കുട്ടി വെള്ളത്തിൽ പോയി നന്നായി മുങ്ങി താഴേക്ക് പോയെന്നാ പറഞ്ഞ് കണ്ടുവന്നിരുന്നവര്. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ അവിടെ അപകടം നടന്നിട്ടുണ്ട്. അവിടെ നല്ലൊരു ജാഗ്രതാ നിർദ്ദേശം, ഒരു ബോർഡ് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യം.
മറ്റേക്കാട് പ്രദേശമാണ്. മറ്റേക്കാട് പൂഞ്ഞാറ് പോകുന്ന ലൈൻ ഓഫാക്കിയാലും ലൈൻ അയച്ചാലേ ഉള്ളൂ ആ മരം വെട്ടി മാറ്റാൻ സാധിക്കുന്നുള്ളൂ. കുട്ടികൾ സ്കൂൾ തുറന്ന അടിസ്ഥാനത്തിൽ കുട്ടികൾ അതിൽ നടന്നു പോകുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടുള്ളത്. നിങ്ങൾക്ക് 2 മാസം മുമ്പ് ഈ വ്യക്തി നിങ്ങൾക്ക് പരാതി തന്നിട്ടുള്ളതാണ്. നിങ്ങൾ അത് ലൈൻ എപ്പോഴാണോ ഓഫാക്കുന്നത് ആ സമയത്ത് അയച്ചു തരാന്നുള്ള രീതിയിൽ നിങ്ങളൊരു കാരണം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകണം. ഷഹാസ് പഴയമ്പള്ളിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരാതി തന്നിരിക്കുന്നത്. ഇവിടെ പരാതി തന്നിരിക്കുന്നത് ഷാജി പഴയമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയും പരാതി തന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലെറ്റർ തരാത്തതിന് കാരണം അത് ആ വ്യക്തി തന്നെ KSEBിയിൽ അറിയിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനം